നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ സംഭവിച്ച ദുരന്തം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ടി വിയിലും പേപ്പറിലുമെല്ലാം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും അധികം. എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ആ ഒരു ദുഃഖത്തിൻ്റെ കൂടെ പങ്കുചേരുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് വയനാടിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളക്കളികളും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന കളികളുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സെൻറ്റിമെൻറ്റ്സ് കമൻറ്റുകളും ദുഃഖം നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളുമെല്ലാം. സത്യത്തിൽ ഇത് അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണ്ണിനടിയിൽ പോയപ്പോഴും ഇതേപോലുള്ള സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോഴും അർജുനെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ ആരും കേൾക്കുന്നില്ല. ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നിരിക്കുന്നു. നാളെ വയനാടിനപ്പുറം വേറെ എന്തെങ്കിലും വലിയ വിഷയം നടക്കുമ്പോൾ വയനാട് എന്ന് പറയുന്ന വാക്ക് പോലും ഇതേ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആളുകൾ മറന്നു പോകുന്നു. എന്നാൽ ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സഹായ സംഘങ്ങളുടേത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻസ് 3 കോടി രൂപയാണ് വയനാടിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് മുണ്ടക്കൈ LP സ്കൂൾ അദ്ദേഹം പുനർനിർമ്മിച്ച് കൊടുക്കുമെന്നുള്ള വാക്കുകൂടി ഇന്നലെ അദ്ദേഹം അവിടെ വച്ച് പറയുകയുണ്ടായി. അതിനപ്പുറമായിട്ട് മോഹൻലാൽ 25 ലക്ഷം രൂപ സംഭാവനയും സെപ്പറേറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ നൽകുകയുണ്ടായി. ഇതിനെല്ലാം തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയധികം സഹായങ്ങൾ നൽകുമ്പോഴും അതിനെയും വർഗീയവൽക്കരിക്കാനും അതിനെയും കളിയാക്കി കാണിക്കാനുമുള്ള ആ ഒരു ത്വര സോഷ്യൽ മീഡിയയിൽ വളരെയധികം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് തന്നെയാലും നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം, മലയാളികൾ മാറത്തില്ല എന്ത് സംഭവിച്ചാലും എന്നുള്ളതാണ്. മറ്റൊരു ദുരന്തം വരുമ്പോൾ ഇതിനെ മറന്നുകൊണ്ട് അതിലേക്ക് ചാടുമെന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം.